മുസ്ലിം സമുദായമല്ലാതെ മറ്റുള്ള മതക്കാർ എന്തെങ്കിലും കുറ്റം ചെയ്താൽ അവരുടെ പേര് മനഃപൂർവ്വം മാധ്യമങ്ങൾ മ്യൂട്ട് ചെയ്തു വെക്കുന്നു. അവരുടെ പേര് പറയാൻ മടിക്കുന്നു. മുസ്ലിം സമുദായത്തിൻ്റെ നെഞ്ചത്ത് കയറുന്ന സംഘി നാറുകളെ പൊളിച്ചടുക്കി നമ്മുടെ തോക്ക് സ്വാമി ഇദ്ദേഹം പറയുന്ന വാക്കുകളൊന്ന് കേട്ടു നോക്കൂ. ഇവിടെ ഈ മുസ്ലിങ്ങളാണ് ഈ ഡ്രഗ് ജിഹാദും ലവ് ജിഹാദുമായിട്ട് നടക്കുന്നതെന്നാണ് ഇവിടുത്തെ ഹിന്ദു തീവ്ര വിഭാഗങ്ങൾ പറയുന്നത്. എന്നാൽ ഈ കുട്ടികൾക്ക് ഈ പേര് മാത്രമേ ഇവരുടെ പേര് വരുന്നുള്ളൂ, മുസ്ലിം നാമധാരികളുടെ. എന്നാൽ ഇവർക്ക് വൻതോതിൽ ഈ സാധനം എത്തിച്ചു കൊടുക്കുന്ന ഇവിടുത്തെ ഹിന്ദു തീവ്ര വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരുടെ പേരുകൾ എന്തുകൊണ്ട് രമേശ് ചെന്നിത്തലയുടെ ടീം പുറത്തു കൊണ്ടുവരുന്നില്ല? അതിൽ എത്ര BJP-ക്കാർക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നുള്ളത്, ഇവിടുത്തെ സംസ്ഥാന BJP-ക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് എന്തുകൊണ്ട് ഇവിടെ അന്വേഷിക്കുന്നില്ല? അതുപോലെ ഇതിൽ മുസ്ലിം ലീഗ് ഇടപെടണം. ഞാൻ 2 പ്രാവശ്യം സാദിഖ് അലി തങ്ങളെ ട്രൈ ചെയ്തു, പക്ഷെ കിട്ടിയിരുന്നില്ല. നിങ്ങൾ പറയണം, ഒരു യഥാർത്ഥ കാര്യം നിങ്ങൾ തന്നെ പറയണം. ന്യായമായ വാക്കുകൾ ഇദ്ദേഹം പറയുന്നത് 100% സത്യം. കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടെന്ന് പരത്തിയ സംഘികൾ കേരളത്തിൽ നാർക്കോട്ടിക് ജിഹാദും ഉണ്ടെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരുടെ കൈവശം മാരകമായ മയക്കുമരുന്നുകൾ വിൽക്കുവാൻ കൊടുക്കുന്നു സംഘികൾ. 2014 ശേഷം കേരളത്തിൽ, ഇന്ത്യയിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ എന്ത് കുറ്റകൃത്യം ചെയ്താലും മുസ്ലിം സമുദായത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് കേരളത്തിലെ എല്ലാ മുസ്ലിങ്ങളും ക്രിമിനലുകളാണെന്ന് വരുത്തി തീർക്കുന്ന മാധ്യമങ്ങളാണ് കേരളത്തിലും ഇന്ത്യയിലുമുള്ളത്. മുസ്ലിം സമുദായമല്ലാതെ മറ്റുള്ള മതക്കാർ എന്തെങ്കിലും കുറ്റം ചെയ്താൽ അവരുടെ പേര് മനഃപൂർവ്വം മാധ്യമങ്ങൾ മ്യൂട്ട് ചെയ്തു വെക്കുന്നു. അവരുടെ പേര് പറയാൻ മടിക്കുന്നു. ഇങ്ങനെ ചെയ്യാൻ മാധ്യമങ്ങളുടെ അണ്ണാക്കിൽ മൂത്രമൊഴിക്കുന്നത് പോലെ പണം ഒഴുക്കി കൊടുക്കുന്നുണ്ട് കേരളത്തിലെയും ഇന്ത്യയിലെയും സംഘപരിവാറുകാർ. ഇതിന് മാത്രം സംഘപരിവാറുകാർക്ക് എവിടുന്നാണ് പണം എന്ന് ചോദിച്ചാൽ തീർച്ചയായും ജനങ്ങൾ അടയ്ക്കുന്ന നികുതി പണമാണ് സംഘപരിവാറുടെ കയ്യിലെത്തുന്നത്. കേരളത്തിൽ മുസ്ലിം സമുദായത്തിന് നേരെ ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്, മുസ്ലിം സമുദായം എവിടെയെങ്കിലും തെറ്റ് ചെയ്താൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മൊത്തം മുസ്ലിം സമുദായം ഇങ്ങനെയാണ് സംഘികൾ ഉറക്കെ പറഞ്ഞുകൊണ്ട് മറ്റുള്ള മതസ്ഥരുടെ മേൽ ഇസ്ലാമോഫോബിയ, ഇസ്ലാം എന്ന ഭയം അവരുടെ ഉള്ളിൽ ഇഞ്ചക്ഷൻ കുത്തുന്നത് പോലെ സംഘികൾ കുത്തി നിറക്കുന്നു. പണ്ട് ബ്രിട്ടീഷുകാർ ചെയ്ത അതേ പണി. എന്തിനാണ് ഈ സംഘികൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. വരും കാലങ്ങളിൽ മുസ്ലിം സമുദായം കേരളം ഭരിക്കുമോ എന്നുള്ള പേടിയാണ് സംഘികൾക്ക്. കേരളത്തിലെ മുസ്ലിങ്ങൾ സമ്പന്നതയിൽ ജീവിക്കുന്നു. ആ പേടിയിൽ നിന്നുടലെടുത്തതാണ് സംഘികളുടെ ഈ പ്രതികാരം. ഇതൊന്നും അറിയാത്ത മുസ്ലിം സമൂഹം ഒത്തൊരുമയില്ലാതെ സ്വയം കലഹിച്ച് ജീവിക്കുന്നു.